ഹായ്, രാവിലെ 5:30 ഇപ്പോൾ സമയമേ. രാവിലെ തന്നെ നമ്മുടെ ഓസി എത്തിയിട്ടുണ്ട്. 5:30 ആകുമ്പോൾ അവനെ അഴിച്ചു വിടുമെന്ന്. അന്നേരം അവൻ ഇവിടെ വരും കേട്ടോ. അഴിച്ചു വിടുമ്പോഴെല്ലാം ഇവിടെ വരും. ഇവിടെ വന്ന് നമ്മുടെ പിള്ളേരുടെ കൂടെ ഇവിടെ ഇരിക്കും. നമുക്കൊരു നേരം പോക്കാണ്. നല്ല രസമാണ് അവൻ്റെ പരിപാടികളൊക്കെ കാണാൻ. അപ്പോൾ ചായ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കറണ്ട് ഒന്ന് പോയായിരുന്നു. അന്നേരം തന്നെ വരികയും ചെയ്തേ. അപ്പോൾ ഇത് ചായയുടെ അവസാനമുള്ള ആ പതയില്ലേ, പത കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പതയാണ് ഇങ്ങനെ എല്ലാവർക്കും ഊറ്റി കൊടുക്കുന്നത്. അപ്പം മോനൂടെ എഴുന്നേറ്റിട്ടുണ്ട്. മോനൂടുള്ള ചായയാണ്. ഇന്ന് നേരത്തെ അവൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ചായ വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചോറും കറിക്കുള്ള പയറും കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചോറും വെന്തിരിക്കുകയാണ്. ഇന്ന് പയറ് ചാറിനുള്ള ചപ്പാത്തിയാണിന്ന്. ചപ്പാത്തിക്കും ചോറിനും ചെറുപയർ ചാറാണിന്ന്. അപ്പം ചെറുപയർ ചാറ് വെക്കുന്നതിന് നമ്മൾ ഉടയ്ക്കുന്നതിന് മുമ്പ് അതിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. 1 ടീസ്പൂൺ നെയ്യുടെ രുചി ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കുന്നത് തേങ്ങയും ജീരകവും ചുമന്നുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് നല്ല മയത്തിൽ അരയ്ക്കണം. ചുമന്നുള്ളി ഇത്തിരി ചേർത്താൽ മതിയേ. എന്നിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് ലൂസാക്കി എടുത്തിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒത്തിരി ലൂസാക്കണ്ട, ഇച്ചിരി തിക്കായിട്ടിരിക്കുന്നതാണ് ആ കറിക്ക് ടേസ്റ്റ്. എന്നിട്ട് കടുകൂടെ വറുത്ത് ചേർക്കണം. വറ്റൽമുളകും കറിവേപ്പിലയും ഉള്ളിയെല്ലാം കൂടെ ചേർത്ത് കടുക് പൊട്ടിക്കുക. എന്നിട്ട് കടുകൂടെ പൊട്ടിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറി. ചെറുപയറെന്ന് പറഞ്ഞാൽ ഒരു ഗുണമുള്ള സാധനം കൂടിയാണല്ലോ. അപ്പോൾ ചോറിന് ഈ കറി നല്ലതാണ്. അപ്പം ചോറിനൂടെ കൂട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി തോരനായിട്ട് കപ്പളങ്ങ തോരനൂടെ വെക്കണം. കപ്പളങ്ങ ഞാൻ തലേദിവസം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസത്തേക്ക് ഉള്ളത് അരിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെക്കാറുള്ളത്. ഒത്തിരി ദിവസം വെക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതും തേങ്ങ അരപ്പൊടെ ചേർത്ത് അങ്ങ് അടുപ്പയിലൊക്കെ ആക്കണം. അതും അവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പം നമ്മുടെ ഈ ചാനലിൽ കാണിക്കുന്ന അടുക്കള സിമ്പിളായിട്ടുള്ള അടുക്കളയാണ്. ഒത്തിരി ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത. ഇഷ്ടമാവണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ ഈ ചാനലിൽ കൂടെ കാണിക്കുന്നത്. അല്ലാതെ എക്സ്ട്രാ ആയിട്ട് ഇതിന് വേണ്ടിയിട്ടൊന്നും ചെയ്ത് കാണിക്കുന്നില്ല. അപ്പം ചോറും എല്ലാമായി ഞാൻ കൊച്ചിനെ പറഞ്ഞു വിട്ടു. ഇനി ഞാൻ കാപ്പി കുടിക്കാൻ പോവുകയാണ്. ചപ്പാത്തി നമ്മുടെ ചെറുപയർ ചാറും. ഈ ചെറുപയർ ചാറ് ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്ക് കൂട്ടാൻ. ആ നെയ്യുടെ രുചിയും കൂടെ ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഒരു മുട്ട പുഴുങ്ങിയതും കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.